സോഷ്യൽ മീഡിയയിൽ ഇന്നും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ഫാമിലി വ്ളോഗേഴ്സ് ആണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ഫാമിലി വ്ളോഗേഴ്സിനുള്ള ജനപ്രീതി അമ്പരപ്പിക്കുന്നതാണ്. കുടുംബ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന വ്ളോഗുകൾക്ക് മില്യൺ കണക്കിനാണ് വ്യൂസ്. കുടുംബത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നവർ ഇന്നേറെയാണ്. ഫാമിലി ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൽ മുൻപന്തിയിലാണ് കൃഷ്ണകുമാർ കുടുംബം. സോഷ്യൽ മീഡിയയിലൂടെ ജീവിതം മാറി മറിഞ്ഞവരാണ് കൃഷ്ണകുമാർ കുടുംബം. കൃഷ്ണകുമാറിന്റെ 4 മക്കളും ഇൻഫ്ലുവൻസേഴ്സായി വൻ ജനപ്രീതി നേടി. ഭാര്യ സിന്ധു കൃഷ്ണയും യൂട്യൂബ് ചാനലുമായി സജീവമാണ്. ലോക്ക്ഡൌൺ കാലത്ത് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ താരങ്ങളായി മാറിയെങ്കിലും കാലക്രമേണ ഇവരുടെ ജനശ്രദ്ധ കുറയുകയാണ് ഉണ്ടായത്. എന്നാൽ കൃഷ്ണകുമാർ കുടുംബത്തിന് സംഭവിച്ചത് മറിച്ചാണ്. നാൾക്കുനാൾ ഇവർക്ക് ലഭിക്കുന്ന ജനശ്രദ്ധ കൂടുന്നതല്ലാതെ കുറയുന്നതല്ല. കെ ഫാമിലിയിലുള്ളവരെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അമ്മയും മക്കളും പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട്. അമ്മയുടെയും മക്കളുടെയും വ്ളോഗുകളിൽ മുഖം കാണിക്കാനും കമന്റ് ചെയ്യാനും ഒക്കെയായി കൃഷ്ണകുമാറും എത്താറുണ്ട്. സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലും കുടുംബത്തിലെ കാര്യങ്ങൾ മിസ്സാക്കാറില്ല കൃഷ്ണകുമാർ. വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ സാമ്പത്തിക കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യുന്നത് സിന്ധു കൃഷ്ണയാണ്. അങ്ങനെയുള്ള യാതൊരുവിധ ടെൻഷനുകളും തനിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മക്കളാണ് ചെലവുകളൊക്കെ നോക്കി നടത്തുന്നത്. കല്യാണം സ്വന്തമായി തന്നെയാണ് ഓസി നടത്തിയത്. എല്ലാത്തിനും മുന്നിൽ നിന്നു എന്നതൊഴിച്ചാൽ യാതൊരുവിധ ടെൻഷനുകളും ഇല്ലായിരുന്നു ഞങ്ങൾക്കെന്നും അച്ഛനും അമ്മയും പറഞ്ഞിരുന്നു. കാര്യങ്ങളെല്ലാം സ്വന്തമായി മാനേജ് ചെയ്യുന്ന സ്വഭാവമാണ് ഓസിയുടേത്. വഴക്ക് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. വാ നമുക്ക് കോമഡി കാണാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് സെറ്റായി വരും. എപ്പോഴും ജോളി മൂഡാണ് ഓസിയുടേത്. കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിട്ടുള്ളതും ഓസിയാണെന്നും അച്ഛനും അമ്മയും പറഞ്ഞിരുന്നു. നമ്മൾ വഴക്ക് പറഞ്ഞ് 5 മിനിറ്റ് പിന്നീട് മുന്നേ അവൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കും. ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറാൻ അവൾക്കറിയില്ല. അതുപോലെ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന പ്രകൃതവുമാണ്. തന്നെപ്പോലെ തന്നെ കൂടെയുള്ള സ്റ്റാഫുകളും പരിഗണിച്ചപ്പോഴായിരുന്നു പ്രശ്നങ്ങളും വന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു. കുടുംബസ്നേഹം ഇല്ലാത്തവളാണ്. സ്വന്തമായി മാത്രം ട്രിപ്പ് പോവാൻ ഇഷ്ടമുള്ള സ്വഭാവം. കൂട്ടത്തിൽ കൂടാത്തതുപോലെയാണ് ഓസിയുടെ പെരുമാറ്റം. കുഞ്ഞിന്റെ കാര്യത്തിൽ പൊസസീവ് തുടങ്ങി ഓസി കേൾക്കാത്ത വിമർശനങ്ങളില്ല. ബ്ലോഗിലൂടെയായി എല്ലാ വിശേഷങ്ങളും ഓസി പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഓസിയെക്കുറിച്ചുള്ള ഹൻസികയുടെ കമന്റാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഓസി നല്ല തമാശക്കാരിയാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന പേഴ്സണാണ്. ഒരു സ്ട്രെസ്സും ഉള്ളിലേക്ക് കൊടുക്കാത്ത ആളാണ്. അമ്മയൊക്കെ എന്തെങ്കിലും വഴക്ക് പറയുമ്പോൾ ഞാൻ ഓസിയുടെ കൂടെ പോയി നിൽക്കും. കാരണം കിട്ടുവാണെങ്കിൽ നമുക്ക് 2 പേർക്കുമല്ലേ കിട്ടുക. ഞാനും അമ്മയും അടിയാവുകയാണെങ്കിൽ ഓസിയുടെ അടുത്തേക്കാണ് ഞാൻ പോവുക. ഇടയ്ക്ക് ഞാൻ ഇഷാനിയും അമ്മുവുമായി അടിയാകും. അപ്പോൾ എനിക്ക് ആരും ഇല്ലാതെയാവും. ഞാനുണ്ടല്ലോ എന്നായിരുന്നു സിന്ധു കൃഷ്ണയുടെ ചോദ്യം. അമ്മയുണ്ട്. സിസ്റ്റേഴ്സ് വൈബിലെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ 3 പേരുമായിട്ട് ഞാൻ എപ്പോഴും അടിയായപ്പോൾ എനിക്ക് ഓസി ഉണ്ടായിരുന്നു. ഓസിയുമായിട്ട് അങ്ങനെ അടി കൂടാറില്ല. നമ്മൾ എപ്പോൾ കണ്ടാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഓസി. ഫണ്ണിയാണ്. ചിൽ പേഴ്സൺ ആണ്. ഓസിയുടെ ലൈഫിൽ ഒരിക്കലും സ്ട്രെസ് ഇല്ല എന്നുമായിരുന്നു ഹൻസികയുടെ കമന്റ്. കുട്ടിക്കാലം മുതൽ ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് കിടന്നുറങ്ങിയിരുന്നത്. കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഓസിയെ ഞങ്ങൾക്കെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ബെഡ്റൂമിൽ ഇനി അവളില്ലല്ലോ എന്ന സങ്കടമുണ്ടെന്ന് അഹാനയും പറഞ്ഞിരുന്നു. സഹോദരിമാരിൽ ഏറ്റവും കൂൾ ഓസിയാണെന്നായിരുന്നു ആരാധകരും പറഞ്ഞത്. ഇഷാനിയും ഹൻസുവുമായി അറ്റാച്ച്ഡ് ആണ് ഓസി. ഓസിക്ക് കുടുംബസ്നേഹം ഇല്ലെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ഇളയ സഹോദരി പറഞ്ഞ ഈ വാക്കുകൾ മതി ഓസി ആരാണെന്ന് മനസ്സിലാക്കാനെന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. അതേസമയം കൊച്ചുമകനായ ഓമിയെ ചുറ്റിപ്പറ്റിയാണ് ഞങ്ങളെല്ലാം എന്ന് സിന്ധു കൃഷ്ണ പറയുന്നു. കിച്ചുവിനോടാണ് അവന് കൂടുതൽ അടുപ്പം. കിച്ചു എടുക്കാനായി അവൻ കാലിട്ടടിക്കും. ബഹളമൊന്നുമില്ലാതെ കിച്ചുവിന്റെ കയ്യിൽ അടങ്ങിയിരിക്കുകയും ചെയ്യും. വീട്ടിലെ പെൺപടയ്ക്കിടയിൽ ഒരു ആൺതിരി എത്തിയ സന്തോഷമായിരുന്നു കൃഷ്ണകുമാർ പങ്കുവച്ചത്. ഓമിയുടെ കൂടെയുള്ളപ്പോൾ സമയം പോകുന്നത് പോലും അറിയില്ലെന്നും ഇരുവരും പറഞ്ഞിരുന്നു. മക്കൾക്കൊപ്പമായി മുംബൈയിലും ബാംഗ്ലൂരിലുമൊക്കെയായി ദിവസങ്ങളോളം ഓമിയെ കാണാതിരുന്നതിന്റെ സങ്കടവും സിന്ധു കൃഷ്ണ പങ്കുവച്ചിരുന്നു. 9 ദിവസമായി ഓമിയെ കണ്ടിട്ട്. അയ്യോ, അത്രയും ആയെന്ന് വിശ്വസിക്കാനാവുന്നില്ല. അവരും ട്രിപ്പിലാണ്. ഞങ്ങൾ എത്തിക്കഴിഞ്ഞ് അവരും എത്തും. എല്ലാവരും ആ കൂടിച്ചേരലിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. കുറേ ദിവസം ജോലിയൊന്നും ചെയ്യാതെ രക്ഷപ്പെട്ടു. വീട്ടിലാണെങ്കിൽ ഒത്തിരി ജോലി ചെയ്യണം. നോർമൽ ഡേയ്സിൽ നമ്മൾ അറിയാതെ തന്നെ കുറേ ജോലി ചെയ്യുമല്ലോ. ലോങ് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നേരിടുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. തുണികളെല്ലാം വാഷിംഗ് മെഷീനിലിടണം. ഡ്രൈ വാഷിനുള്ളത് മാറ്റിവെച്ച് അത് കൊടുക്കണം. ഞങ്ങളുടേത് മാത്രമല്ല, ഓസിയും അശ്വിനും ഓമിയും ട്രിപ്പ് പോയതാണല്ലോ. അവരുടേതും കൂടെ ഉണ്ടാവും. എല്ലാം സെറ്റാക്കിയെടുക്കാൻ എന്തായാലും സമയമെടുക്കും. നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴെയായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. ഓസി ഓമിയുടെ കാര്യത്തിൽ പൊസസീവാണെന്ന് തോന്നുന്നു. എന്നാൽ സിന്ധു അമ്മയ്ക്ക് മോനെ കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യണം, അവൻ്റെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെയുണ്ട്. അതെ, ഓമിയുടെ കാര്യത്തിൽ ഭയങ്കര പൊസസീവാണ് ദിയ എന്ന് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് ബേബിയല്ലേ, കുറച്ച് കൂടുതൽ പൊസസീവ് ആവുന്നത് സ്വാഭാവികം. അമ്മ ജീവിതം ആസ്വദിക്കട്ടെ ദിയ തുടങ്ങിയ കമന്റുകളായിരുന്നു പോസ്റ്റിന് താഴെ വന്നത്. ആദ്യമായി അമ്മയായപ്പോൾ എന്ത് ചെയ്താലും മതിയാവാത്ത അവസ്ഥയിലായിരുന്നു ഞാനെന്ന് നേരത്തെ സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു. ഒന്നിന് പിറകെ ഒന്നായി 4 പേരുണ്ടായപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം സ്വന്തമായി തന്നെയാണ് ചെയ്തതെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. ഇനി ഓമിക്ക് കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങാം. യൂട്യൂബിലൊക്കെയായി കുറേ റെസിപ്പികളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. മക്കളൊക്കെ വലുതായതിനു ശേഷവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ കുറേ അറിവുകളുണ്ട്. കുക്കിംഗ് ഓസിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങിയാൽ ഓമിയെ കുറച്ചുകൂടി സമയം അടുത്ത് കിട്ടുമെന്നാണ് കരുതുന്നത്. അവന് വേണ്ടി കുറേ റെസിപ്പികളൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ടാക്കി കൊടുക്കണം. അടുത്തിടെ ഓസി അവന് സ്ട്രോബെറി കൊടുക്കുന്ന വീഡിയോ അയച്ചു തന്നിരുന്നു.
അതവന് ഇഷ്ടമായിരുന്നു. ഫുഡൊക്കെ കൊടുത്താൽ കഴിക്കുമായിരിക്കും. ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളതുപോലെയാണ് തോന്നുന്നത്. അമ്മ കുട്ടിക്കാലം മുതൽ ഭക്ഷണം കൃത്യമായി കഴിക്കുന്ന ആളാണ്. പച്ചക്കറിയും പഴങ്ങളും ഒക്കെ കഴിക്കാൻ ഇഷ്ടമാണ് അവൾക്ക്. മറ്റുള്ളവരെയൊക്കെ പച്ചക്കറി കഴിപ്പിക്കാൻ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുമാത്രം മാറ്റിവെച്ച് കഴിക്കുന്നവർ വരെയുണ്ട് വീട്ടിലെന്നും മുൻപ് സിന്ധുകൃഷ്ണ പറഞ്ഞിരുന്നു. അതേസമയം മോമിക്ക് ആറ് മാസം ആവാനായി. അവൻ സ്ട്രോബെറി കഴിക്കുന്ന ഒരു വീഡിയോ അയച്ചിരുന്നു ഓസി. എന്തൊരു ക്യൂട്ടാണെന്നോ അത്. നോക്കിയിരിക്കുവാൻ തോന്നുന്നു. അവന് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. ഇനി ഒരു 3-4 ദിവസമായാൽ അവന് 6 മാസമാവും. അപ്പോൾ ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും. ഞാനൊരു ലിസ്റ്റ് ഓഫ് ഫുഡ് ഇങ്ങനെ മനസ്സിൽ ഓർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ടാവും. ഓൺലൈനിൽ ഒത്തിരി ബേബി ഫുഡിൻ്റെ വീഡിയോസ് കാണാറുണ്ട്. അതൊക്കെ ഞാൻ നോക്കിയും സേവ് ചെയ്തുമൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കി പണ്ട് അറിഞ്ഞുകൂടാത്ത പലതും ഇപ്പോൾ അറിയാം. അമ്മുവിനൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം ഓരോ കുട്ടി വരുമ്പോഴും ഞാൻ എന്നെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുമായിരുന്നു. സ്പൂൺ വരുന്ന ഒരു കുപ്പി ഉണ്ടല്ലോ, അതിങ്ങനെ പ്രസ് ചെയ്ത് ഫുഡ് കൊടുക്കണം. ഇഷാന് ജനിച്ച സമയത്ത് ഞാൻ ഫീഡിംഗ് ബോട്ടിൽ വാങ്ങിയപ്പോൾ എനിക്ക് സ്പൂൺ ഉള്ളതായിരുന്നു കിട്ടിയത്. അയ്യോ ഇതിൽ നിപ്പിളില്ലല്ലോ, കടക്കാർ പറ്റിച്ചു എന്ന് പറഞ്ഞ് നിപ്പിൾ മേടിച്ചിടുകയായിരുന്നു അതിൽ. ഇങ്ങനെ ഒരു ബോട്ടിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇഷാനിക്ക് കുറുക്ക് ഒക്കെ നോർമലായി സ്പൂണിലാണ് കോരി കൊടുത്തത്. പിന്നെ ഒരിക്കൽ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഇരിക്കുമ്പോൾ ഒരു ലേഡി ഇതുപോലൊരു ബോട്ടിൽ പ്രസ് ചെയ്ത് കുഞ്ഞിന് കുറുക്ക് കൊടുക്കുന്നത് കണ്ടു. അയ്യോ ഇത് ഇങ്ങനെയാണോ ഉപയോഗിക്കുന്നത് എന്നായിരുന്നു ചിന്തിച്ചത്. കടക്കാർ പറ്റിച്ചതാണെന്നല്ലേ ഞാൻ ചിന്തിച്ചത്. ഹൻസു ആയപ്പോൾ ഞാൻ അത് മേടിച്ചിരുന്നു. കുറച്ച് കുറുക്കുകളൊക്കെ അതിലാണ് കൊടുത്തത്. ഇപ്പോൾ എനിക്ക് കുറച്ച് ഐഡിയകളൊക്കെ ഉണ്ട്. കുക്കിംഗ് ഒക്കെ ചെയ്യാൻ ഓസിക്ക് എന്തായാലും മടിയായിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതോ ഇനി ഓസി എല്ലാം സ്വന്തമായി ചെയ്യുമോ എന്നും അറിയില്ല എന്നുമായിരുന്നു സിന്ധുകൃഷ്ണ പറഞ്ഞത്.